ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്നൊരു ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാളുകളായിട്ട് ഈ ഫുട്ബോൾ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല. സോ ഗായ്സ്, വീഡിയോയിലേക്ക് പോകാം. കാൻഡേ, യെസ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു താരത്തെ തന്നെയാണ് ഗായ്സ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവ് റെസ്പോൺസാണ് കാൻഡേക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട്ബോൾ പ്ലേയേഴ്സ് ഒട്ടുമിക്ക എല്ലാവരും റേഞ്ച് സാധനം എന്നാണ് കാൻഡീനെ കുറിച്ച് പറയുന്നത്. ഈ കാർഡ് കിട്ടിയ വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലേക്കാണ് ഞാനിപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് DMF പൊസിഷനിലേക്കൊരു താരത്തെ ആവശ്യമായിരുന്നു. ഏതായാലും നമുക്ക് പ്ലെയർ പ്രൊവിഷൻ കൊടുത്ത് നോക്കാം. ഏത് ടോട്ടൽ എത്ര വരെ പോകുമെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു 101 102 ആണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാബി അലോൺസോ അതുപോലെ റൈക്കാർഡ് പോലെയുള്ള കോച്ചിൻ്റെ അണ്ടറിൽ വരുന്ന സമയത്താണ് വേറെ ലെവൽ പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത് ആൻസി ഫ്ലിക്കിനെയാണ് കോച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം സക്സസ് ആവും എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. ആൻസി ഫ്ലിക്ക് ഒരു പൊസിഷൻ ഗെയിമാണ് വരുന്നത്. അപ്പോൾ എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് കണ്ടറിയണം. ഒരുപാട് നാളുകളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയായിരുന്നു. ഈ കാൻഡെ ലോഞ്ച് ചെയ്തതിന് ശേഷം കാൻഡെ അല്ലെങ്കിൽ ടോണി ആദംസ് എന്നീ രണ്ട് പ്ലെയറിനെ വേണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. കാരണം ഈ ഒരു സ്ക്വാഡിലേക്ക് സെൻറ്റർ ബാക്കിലെ ഒരു നല്ലൊരു പ്ലെയർ ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ അല്ല. സെൻറ്റർ ബാക്ക് അതുപോലെ ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിലേക്കാണ് ഏർജൻറ്റായിട്ടൊരു പ്ലെയറാണ് വേണ്ടത്. അപ്പോൾ കാൻഡയിൽ കിട്ടിയത് വളരെയധികം സന്തോഷം. ഇതാണ് ഗായ്സ് സെക്കൻഡ് അക്കൗണ്ടിൽ സ്ക്വാഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഗെയിം കളിപ്പിച്ചതിന് ശേഷമുള്ള റിവ്യൂ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ